ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ തയ്യാറാക്കുന്ന നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ ബിരിയാണി എങ്ങനെ തയ്യാറാക്കുന്നത്. ഞാൻ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് ഞാനിവിടെ രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട്. നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതല്ല, മീഡിയം സൈസ്. ഇപ്പം ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കൊന്ന് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതുകൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുന്തിരി നന്നായിട്ട് എന്താ പറയണ്ടേ, നല്ല കോമളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം ഒരു പാത്രത്തിലേക്ക്. നമ്മളിതെല്ലാം അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോള നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് വേണ്ട സവോളയാണ്. ഞാനിവിടെ 3 വലിയ സവോള, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന ചിക്കൻ 1 കിലോ ചിക്കനാണ്. ആ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തൊരു അല്ലെങ്കിൽ 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇതിലോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. നമുക്കിതൊന്ന് ഒരു സൈഡായി കഴിയുമ്പോൾ അടുത്ത സൈഡ് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിലിട്ട് തന്നെയാണ് നമ്മൾ ഈ ഉള്ളി വഴറ്റുന്നത്. ഞാനിവിടെ ഈ എണ്ണ ഇത് ഒത്തിരി എണ്ണ ഉള്ളതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റിയിട്ടാണ് അതിലേക്ക് നമ്മൾ സവോള ഇട്ട് വഴറ്റുന്നത്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ച സവോള ഇട്ട്, ഞാനിവിടെ 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ സവോള നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ അകത്ത് ഇട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ നമ്മളെടുത്ത് വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനെടുത്ത് ഇഞ്ചി എടുത്തിരിക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ്. ഏകദേശം ഒരു 20 ഗ്രാമിനെടുത്തിട്ടുണ്ട്. ഇച്ചിരി ഒരു വലിയ ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു 8-9 അല്ലി എടുത്തിട്ടുണ്ട്. ഒരു 30 ഗ്രാമിനെടുത്ത് കാണും. പിന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം. ഇത് 3ഉം കൂടെ ചതച്ചാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം. നല്ലൊരു ഗോൾഡൻ കളറിലേക്ക് നമ്മുടെ സവോള വഴറ്റാം. ഒത്തിരി ഗോൾഡൻ ബ്രൗൺ കളർ ആവണ്ട. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ച തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. എനിക്കിപ്പോൾ നമ്മളെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ നമുക്ക് ചേർക്കാം. ഞാനിവിടെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
നമ്മൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്ന നമ്മുടെ മല്ലിയിലയാണ്. മല്ലിയിലയും പുതിനയിലയും. ഞാനൊരു പിടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കും. 2 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചെറുതായിട്ടൊന്നൊരു 5 മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിൽ വെച്ചൊന്ന് ചൂടാക്കാം. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് ചെറു തീയിൽ വെച്ചൊന്ന് വേവിക്കാം. ഈ ചിക്കന് ഇതിലായിട്ടെല്ലാം ഒന്ന് അരപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയിലേക്കുള്ള ഗ്രേവി തയ്യാറായി. ഇനി നമ്മൾ ചോറ് തയ്യാറാക്കണം. നോക്കി എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങി. ഇനി നമുക്ക് ചോറ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബസുമതി റൈസ് 4 കപ്പാണ്. ഏകദേശം 800 ഗ്രാമിന് എടുത്തിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് ഇത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളൊരു പാത്രം അടുപ്പ് വെച്ച് അതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 6 ടേബിൾ സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പെരിഞ്ജീരകം, അതായത് നമ്മുടെ ഫെനൽ സീഡ്സ് ഒരു 1 ടീസ്പൂൺ, പിന്നെ ക്ലൗസ് ഒരു 4 എണ്ണം, പിന്നെ സിനാമൺ 3 എണ്ണം, ഒരു കാഡ്മൺ ഒരു 6-7 എണ്ണം, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇച്ചിരി ഒരു ചെറിയ സവോളയും അരിഞ്ഞതും, പിന്നെ ഒരു ക്യാരറ്റും, പിന്നെ നമ്മുടെ ബേ ലീവ്സും. ഇത്ര അരിഞ്ഞതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും, പിന്നെ കുറച്ച് ഉപ്പും. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കറിയുടെ ഉപ്പും നോക്കിയിട്ട് വേണം റൈസിൻ്റെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ കഴുകി വാരി വെച്ചിരിക്കുന്ന നമ്മുടെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഏകദേശം വെള്ളം വറ്റാനായിട്ടുണ്ട്. അപ്പോൾ നോക്കി നമ്മുടെ റൈസിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ റൈസ് റെഡിയായി. ഇനി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മുടെ ചിക്കൻ നമ്മളാക്കിയ ചിക്കൻ പകുതി നമുക്കിതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവോളയും പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. പകുതി റൈസ് ഇടാം. പകുതി റൈസ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ബാക്കിയുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ മുകളിലോട്ട് നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവോള, പിന്നെ ഇച്ചിരി മല്ലിയില, പിന്നെ നമുക്ക് ഇതിൻ്റെ മേലായിട്ട് ബാക്കിയുള്ള ചോറും കൂടെ ഇട്ട് കൊടുക്കാം.
നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമുക്ക് ബാക്കിയുള്ള ഫ്രൈ ചെയ്ത് വെച്ച സവോളയെല്ലാം ചേർത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ചെറു തീയിൽ നമുക്ക് മൂടി വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് ചെയ്ത ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളെല്ലാവരും തയ്യാറായി നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. താങ്ക് യു.